ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞ 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു പെൺകുട്ടിക്ക് കൂലിയായിട്ട് കൊടുക്കുന്നത് 30,000 രൂപയാണ്. കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ഞാൻ റീല് തീർത്തിട്ട് പോവാം. അപ്പൊ 12ാമത്തെ വയസ്സിൽ മക്കളാൻ തുടങ്ങിയത് എന്നോട് നീ സംസാരിക്കല്ലോ കേട്ടോ. അതായത് രാത്രി ടൈമില് ഡോർ ചാടി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് കണ്ടു. എന്തൊക്കെയാടേ ഓരോ ദിവസം കഴിയുമ്പോഴും തൊപ്പിനെ കുറിച്ചിട്ടും തൊപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അലവലാദികളെ കുറിച്ചിട്ടും പുറത്തോട്ട് വരുന്നത്. ഇവന്മാരെല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് വട്ടത്തിലും ത്രികോണത്തിലും മറ്റേ പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഓരോ ദിവസവും ഓരോരുത്തരെ കണ്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പം പുറത്തു വരുന്നത്. അപ്പൊ പിന്നെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. തൊപ്പിക്കും സംഘത്തിനുമെതിരായ പരാതിയിൽ കളമശ്ശേരി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. തൊപ്പിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അന്വേഷണം. വിവരങ്ങളുമായി സഹൻ ആന്റണി ചേരുന്നു. തൊപ്പി എന്ന നിഹാലിനെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സൈബർ പോലീസാണ് പ്രാഥമികമായി ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളമശ്ശേരി പോലീസിനും കൈമാറിയിട്ടുണ്ട്. കൂടാതെ വരാപ്പുഴയിലും ഒരു പരാതി തൊപ്പിക്കെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവര് രണ്ട് സംഘമായി പിരിഞ്ഞ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ തന്നെ നിരവധി ലഹരിമരുന്ന് കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടാതെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളുമാണ് പരസ്പരം നവമാധ്യമങ്ങളിലൂടെ ഇവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈബർ ടീം ഈ കേസ് പരിശോധിക്കുന്നുണ്ട്, മറ്റൊന്ന് ലോക്കൽ പോലീസാണ് ഈ കേസ് പരിശോധിക്കുന്നത്. എന്തായാലും വരും ദിവസം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൊപ്പിയുടെയും ഒപ്പം തന്നെ തൊപ്പിയുടെ എതിരാളികളായി നിന്ന മുൻപ് തൊപ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയുമാണ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു, ശേഖരിച്ചാൽ മാത്രം പോരാ, ഇവന്മാരെ എല്ലാം കൂടെ ചെന്ന് പോയി അകത്ത് കുറച്ചു നാള് കിടക്കണം. അതാണ് വേണ്ടത്. ഇത്രയും നാളും ആൾക്കാരുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞിട്ട് കയ്യിലിരിപ്പ് മൊത്തം വേറെ ആയിരുന്നു. ഇപ്പോഴാണല്ലോ പുറത്തേക്ക് വരുന്നത്. മുടിയും വെട്ടി കുറച്ച് ചാരിറ്റിയും ചെയ്തപ്പോ തൊപ്പി എല്ലാവർക്കും നല്ല പിള്ളയായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നല്ല പിള്ളയുടെ യഥാർത്ഥ മുഖം എല്ലാരും കണ്ടല്ലോ. കൂടെ ഉള്ളതും കണക്കാ, ഒന്നിനൊന്നും മെച്ചാണ് ഇവന്മാര്. ഈ തൊപ്പിക്ക് ഇത് കൊടുക്കുന്നത് കണ്ടു എന്റെ അടുത്ത് പറഞ്ഞു. തൊപ്പിന്റെ സ്ട്രീമില് തൊപ്പി പറയുന്നുണ്ടായിരുന്നു ഷമീറിന് മമ്മു ബ്ലൂ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ ആ പുള്ളിക്കാരെ കാണിക്കുന്നില്ല. പക്ഷെ വേറൊരു വീഡിയോയിൽ ഇതുപോലെ അവൻ ഇതിന്റെ സാധനം വെച്ചിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പലരും വിചാരിച്ചു ഇത് സ്ക്രിപ്റ്റഡ് ആണ്. പലർക്കും അടുത്ത പോർച്ചലോണി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ തോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 1 year മുന്നേ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അത് റിയൽ ആണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യ. ബട്ട് സ്റ്റിൽ ഞാനിവിടെ പറയാണ്. അതായത് അവിടെ MR ചാനലിൽ നിന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് രാത്രി ടൈമില് ഡോർ ചാടി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് കൊടുക്കുന്നത് കണ്ടു എന്റെ അടുത്ത് പറഞ്ഞു. ഇവൻ ഇത് തന്നെയാണോ കർത്താവ് പരിപാടി? ഇവൻ ഒരു, അതായത് ഈ ഷമീറിന്റെ ഒക്കെ ഒരു ലൈവിൽ വന്നിട്ട് ഇവൻ സ്വയം അത് എന്തോ വലിയ അവാർഡ് കിട്ടിയതുപോലെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല മമ്മുന്റെ കാര്യം. എനിക്ക് വയ്യ ഇതുമാതിരിയുള്ള അപരാധം പിന്നെയും എന്നോട് പറഞ്ഞു. അതായത് അവിടെ നിന്ന് ഒരാൾ എന്നിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇത് ആക്ച്വലി ഒരു ഞാൻ ആ ടൈമിൽ കേട്ടപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. എനിക്ക് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനത് വിട്ട് കളഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എവിടേക്കോ ഒരു സത്യം ഉണ്ടെന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എല്ലാവരും ഓടക്കുഴിയെടുത്ത് വാരിട്ട് നടക്കുന്ന ആവശ്യം ഉണ്ടാകുന്ന ഞാൻ വിളിക്കുന്നത്. ശരി, അവന് വേറെന്തിന്റോ പ്രാന്ത്. കുണ്ടന്മാരായിരുന്നു. അപ്പം നമ്മൾ ഇത്ര നല്ല കുണ്ടന്മാരുടെ ലൈവാണ് കണ്ടുകൊടുക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസിനെക്കാളും കഷ്ടമാണ് തൊപ്പി ഫയൽസ്. നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? നീ വേണമെങ്കിൽ മമ്മ പ്രശ്നമാവും. പറയാൻ പറ്റത്തില്ല. മിക്കവാറും തൊപ്പി ആ പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ പിറകെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ പേരിൽ ഏതേലും ഒരു പെണ്ണ് വന്ന് പറയട്ടെ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അപ്പം ഞാൻ ആലോചിക്കാന്നൊക്കെ. ഇപ്പം എന്റെ കേസറ്റ് എന്ന് പറയുന്ന ചേട്ടൻ ഒരുപാട് വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. വെല്ലുവിളിക്കുമ്പോ ഒക്കെ ആലോചിക്കണം തൊപ്പി. കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ലൈവ് സ്ട്രീമിങ്ങുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഇതിന്റെ മറവിൽ നടക്കുന്ന ചില ഭയപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയിലേക്കാണ്. മിസ്റ്റർ തൊപ്പി എന്ന നിലത്തെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊരു കുടുംബത്തെയും ഭയപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരാധന മൂത്ത് പുറകെ കൂടുന്ന ഫാൻ ഗേളുകളെ അവർ പണം കൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മീൻസ് ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ 6000 ഇങ്ങനെ പേയ്മെന്റ് ചെയ്യിച്ചു. ഒറ്റയടിക്ക്
അയച്ചു തരാം, മുട്ടയൊന്നും അയച്ചത്. ഒട്ടനവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. ഒന്നിലധികം തവണ ഇത്തരം ക്രൂരത ആവർത്തിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്രയും തെമ്മാടിത്തരം ഇവൻ കാണിച്ചു. ഇവന്റെ ലൈവിലും ഇവന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ ലൈവിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്റെ കേസറ്റയുടെ അക്കൗണ്ടിലും കുറെ കാര്യങ്ങൾ പുറത്തു വന്നു. എന്നിട്ടും ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പ്രാഥമിക അന്വേഷണത്തിൽ ഇരിക്കുവാണ് തൊപ്പിയുടെ കേസ്. തൊപ്പി എന്തോ വലിയ 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 പുള്ളി എന്തോ ആണോ? വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചാടി ഇറങ്ങി എല്ലാരും പോവായിരുന്നല്ലോ. തൊപ്പിയുടെ കാര്യത്തിൽ എന്താ ഇത്ര വൈകുന്നേ? മനസ്സിലാവുന്നില്ല. 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു കിട്ടുവാൻ കൊടുത്തത് 30,000 രൂപയാണ്. മറ്റൊരു പെൺകുട്ടിക്ക് 50,000 രൂപയാണ്. അല്ലാണ്ട് ഒരു 50,000 ഒരു പെണ്ണിന് കൊടുക്കേണ്ട കേസൊക്കെ ഉണ്ടായി. മുന്നൊക്കെയാണ് അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചതൊക്കെ അറിഞ്ഞു. ഇത് കേവലം ഒരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ നിയമലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുമാണ്. ലൈവ് സ്ട്രീം എന്ന പേരിൽ ഇവർ ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ നടക്കുന്ന വാക്കുകളാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും അമ്മ ഈ മുന്നു എന്ന് പറയുന്നവൻ എന്തോ വലിയ പുണ്യാളനാണെന്നുള്ളത് കുറെ ആൾക്കാർ പറയുന്ന കേട്ടു. എന്നിട്ടാണ് അവൻ ഇമാതിരിയുള്ള കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനും പോയേക്കുന്നേ. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ കൂടി ഇവൻ പറ്റിക്കുവാന്നോ? പറയുക. ലൈവ് സ്ട്രീമിംഗ് വഴി സദാചാര വിരുദ്ധതയും തോന്നിവാസവും പ്രചരിപ്പിക്കുക. എന്നാൽ ഇവർ ഒരു ജനറേഷന് തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഡേറ്റിംഗ് എന്ന പേരിൽ ഇവന്റെ പ്രണയമല്ല, ഡേറ്റിംഗ്. എന്താ പറയാ, റിലേഷൻ പോലും അല്ല ഡേറ്റിംഗ്. നാളെ നമ്മുടെ സ്വന്തം അനിയത്തിമാരോ മക്കളോ ഇത്തരം ഒരു ചതിക്കുഴി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കണം. തൊപ്പിയെ പോലുള്ള ക്രൂരന്മാരുടെ മുഖംമൂടി അഴിച്ചു പറ്റും. ഇനി ഇവിടെ ഒരു തൊപ്പി വേണ്ട, അല്ലെങ്കിൽ ഒരു തൊപ്പി ഗ്യാങ് വേണ്ട. നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയ്ക്കായി നിങ്ങൾക്ക് ഇതിൽ പങ്കാളിയാവാം. പ്രതികരിക്കുക, പ്രതിരോധിക്കുക. ചെറിയ പിള്ളേരാണ് ഇവന്റെ ഒക്കെ ലൈവും അതും ഇതും ഒക്കെ കാണുന്നത്. ഇമാതിരി കാട്ടത്തര അതിൻ്റെ അകത്ത് ഇവൻ കാണിച്ചു കൂട്ടിയിട്ടും പിള്ളേര് ഇവന്റെ ഫാൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇനി ഇവൻ ഇതുപോലെ ഏതെങ്കിലും വൃത്തികേട് കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും ഈ പിള്ളേർ ഇവരുടെ കൂടെ നിൽക്കും. രക്ഷിതാക്കളെ നോക്കിയേ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള അപരാധം പിടിച്ചവന്മാരുടെ അടുത്ത് നിന്ന് പിള്ളേരെ മാറ്റി നിർത്തുക. കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ഞാൻ റീലിൽ തീർത്തിട്ട് പോവാം. അപ്പം എന്താന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 25, 26 3 വർഷമാണ് നിങ്ങൾ ആലോചിക്കണം. 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ്. ഇത്ര നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹെയ്റ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിഞ്ഞു. അത് കാരണം ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും അന്ന് തുടങ്ങിയ ഹെയ്റ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇനി പോട്ടെ, എന്റെ ഭാഗത്ത് 100% ശരിയില്ല, എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കാറ്. സോ ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഹെയ്റ്റാണ്. ഞാൻ ഇന്ന് ഹക്കീമിന്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം, പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയും. ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. നിങ്ങൾക്ക് ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങി തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അതെവിടെ പറയാനോ കണ്ടന്റ് ആക്കാനോ പോയില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി, പെൺപിള്ളേരുടെ കേസ് ഇത്രയും ഈ എനിക്കെന്താ പറയാനറിയും, പ്രഗ്നൻസിയും സംഭവങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കയ്യിൽ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം. മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഹക്കീമിട്ട കാര്യമാണെങ്കിലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് എത്ര പറയുന്നത്, ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പേ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പലരും ഇന്ന് രക്ഷപ്പെട്ടു പോയേനെ. ലല്ലുവിനെ വലിച്ച് പുറത്തിടാൻ കാണിച്ച ഒരു ആവേശം ഉണ്ടല്ലോ, അത് ഈ തൊപ്പിയുടെ കാര്യത്തിൽ കാണിക്കണമായിരുന്നു. അത് കാണിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടു പോയേനെ. അതൊന്നും കാണിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ആൾക്കാർ ആരെങ്കിലും റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോ അതേണ്ട ഇപ്പൊ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
അന്വേഷിക്കണം. അന്വേഷിച്ചാ പോരാ, കുറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവൻ എത്രമാത്രം ഫ്രോഡ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. ഇവന്റെ കൂടെ ഇരിക്കുന്നവന്മാര് എല്ലാം കണക്കാ. ഡ്രഗ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാര് മറ്റേ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. എടാ എന്തെങ്കിലും കാര്യമുണ്ടടേ, നീയൊക്കെ എവിടം വരെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇനിയിപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടോ ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. ഷമീർ വന്നിട്ട് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നീ തന്നെയാണ് കൂടുതൽ എക്സ്പോസ് ആയത്. തൊപ്പി അതിന്റെ ഇടയിൽ വന്നിട്ട് വെല്ലുവിളിച്ചു. എന്താ ഏതേലും ഒരു പെണ്ണ് വന്ന് പറയട്ടെ, ഒന്നല്ല രണ്ടല്ല, പെൺപിള്ളേരുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. തൊപ്പി നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനുണ്ടാവില്ല. ആ കൂടെ നേരത്തെ പറഞ്ഞ പോലെ വട്ടത്തിലും ത്രികോണത്തിലും ഇരുന്ന് അത് തന്നെ. ശരി എന്നാ.